കക്ഷി അമ്മിണിപ്പിള്ള എന്ന ആസിഫ് അലിയുടെ ചിത്രത്തിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ഒരു നായികയുണ്ട്. അതിൽ ആസിഫ് അലിയുടെ നായികയായി മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ മലയാളികളുടെ പ്രിയപ്പെട്ട ഫറ ഷിബ്ലയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ്. ബോൾഡായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചെത്തുന്ന താരത്തിനൊരു പ്രത്യേക സ്വീകാര്യത തന്നെ മലയാളികൾ നൽകാറുണ്ട്. ആസിഫ് അലിയെ നായകനാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത സിനിമയാണ് കക്ഷി അമ്മിണിപ്പിള്ള. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ഫറ ഷിബ്ല എന്ന നടി ശ്രദ്ധ നേടിയത്. ടെലിവിഷൻ അവതാരകയായി പ്രവർത്തിച്ചിട്ടുള്ള ഷിബ്ലയുടെ ഇതുവരെയുള്ള ജീവിതം അധികമാർക്കും പരിചിതമല്ല ഒന്നല്ല. കാരണം കക്ഷി അമ്മിണിപ്പിള്ളയുടെ പുറത്തു വന്ന താരത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ വളരെയധികം താരവുമായി നോക്കുമ്പോൾ വ്യത്യാസമാണ്. കഥാപാത്രവും നേരിട്ടുള്ള ഷിബ്ലയുടെ ആറ്റിറ്റ്യൂഡും വളരെ വ്യത്യാസമാണ് എന്ന് പ്രേക്ഷകർ പറയാറുണ്ട്. കക്ഷി അമ്മിണിപ്പിള്ളയിലെ കഥാപാത്രം കണ്ടുവരുന്നവർക്ക് കിട്ടുന്ന ഒരു മോഡല്ല ശരിക്കും പറഞ്ഞാൽ ഷിബ്ലയോട് സംസാരിക്കുമ്പോൾ. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ വിജിത് നായരെ വിവാഹം ചെയ്തത് മാതാപിതാക്കളുമായി കോണ്ടാക്റ്റും ഫറ ഷിബ്ലയ്ക്ക് നഷ്ടപ്പെട്ടതാണ്. അന്നു മുതൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയതാണ്. അധികമാർക്കും അറിയാത്ത തൻ്റെ വിവാഹ ജീവിതം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം എടുത്തു പറയുന്നത്. സംസാരിക്കാൻ കഴിവുള്ള കുട്ടിയാണല്ലോ. കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർ ഒപ്പം നിന്നു. ഓഫീസ് പോലുള്ളിടത്താണ് ആങ്കറിംഗ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് സേഫായ ജോലിയായാണ് അവർ അതിനെ കണ്ടിരുന്നതും. ചെന്നൈയിൽ പോയപ്പോൾ മുതൽ ഇൻഡിപെൻഡൻ്റായി ജീവിക്കുന്ന ആളുമാണ് ഞാൻ. അന്ന് വീട്ടുകാർക്ക് ഓക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയാറുണ്ട്, നിന്നെ ചെന്നൈയിൽ പഠിക്കാൻ വിട്ടു എന്നതാണ് ഞങ്ങൾ ചെയ്ത അബദ്ധമെന്ന്. ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതും ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എൻ്റെ ശരികൾ എൻ്റെ പ്രധാനപ്പെട്ടതായിരുന്നു. പങ്കാളിയെ തിരഞ്ഞെടുത്തപ്പോൾ പോലും മതം നോക്കി പെരുമാറാനും വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല. കുറി തൊട്ടയാളെ കണ്ട് അവൾ ഹിന്ദു ആണല്ലോ എന്ന് അനിയൻ ചോദിച്ചതിന് വഴക്ക് പറഞ്ഞയാളാണ് ഉപ്പ. അമ്പലത്തിൽ പ്രസാദം കഴിക്കുന്നതിനോ കുറി തൊടുന്നതിനോ എതിർപ്പുള്ള ഒരു വീട്ടുകാരല്ല എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പങ്കാളിയെ ഹിന്ദു മതത്തിൽ നിന്നും തിരഞ്ഞെടുത്തപ്പോൾ എന്തുകൊണ്ട് അത് വലിയ പ്രശ്നമായി എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ഞാനും മദ്രസയിൽ പോയി പഠിച്ചയാളാണ്. പക്ഷെ കുട്ടികൾക്ക് മതപഠനം ചെറുപ്പം മുതൽ നൽകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രായപൂർത്തിയായ ശേഷം കുട്ടിക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ അവർ പഠിക്കട്ടെ. ഞാൻ മുസ്ലിം ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് മുസ്ലിം ആയത്. എൻ്റെ മകന് പക്ഷേ മതമില്ല. അവന് മതം വേണ്ടെന്ന് ഞങ്ങളെടുത്ത തീരുമാനമാണ്. മതപരമായ കാര്യങ്ങളിൽ അവൻ അധികം അറിവുകളും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. എൻ്റെ കുടുംബവുമായി മോന് കണക്ഷനില്ല. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബവുമായി മാത്രമേ അവന് കണക്ഷനുള്ളൂ. ഭർത്താവിൻ്റെ അമ്മ ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോനു വേണ്ടി ചെയ്യുന്നതിന് ഞാൻ എതിർക്കാറില്ല. പങ്കാളിയെ തിരഞ്ഞെടുക്കാനും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാനും എന്നാണ് എൻ്റെ അഭിപ്രായം. തെറ്റ് പറ്റിയേക്കാം, എന്നാലും തിരിച്ചെഴുന്നേറ്റ് നിൽക്കാനാണ് അവരെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതും ശരിയാകണം എന്നില്ലല്ലോ. ഞാൻ ചെയ്യുന്ന ആർട്ടിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡവും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ എന്ത് കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ഉപ്പയും ഉമ്മയും ഉള്ളതിനേക്കാൾ പ്രശ്നം ഇപ്പോഴും എൻ്റെ ബന്ധുക്കൾക്കാണ്. എന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കും. അതെൻ്റെ ബന്ധുക്കൾക്ക് മനസ്സിലാകണമെന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് വെറുതെയല്ല ഭാര്യ എന്ന ഹോർഡിങ്ങിന് വേണ്ടിയായിരുന്നു. ഇതൊരു ദിവസം എൻ്റെ നാട്ടുകാരൻ ചേട്ടൻ കണ്ടു. മനോരമയുടെ അജണ്ടയാണെന്ന് എൻ്റെ വാപ്പയോട് വന്ന് പറഞ്ഞതാണ്. അല്ലായിരുന്നുവെങ്കിൽ അവർ ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ ആയ കുട്ടിയെ പൊട്ടൊക്കെ തൊടിയിച്ച് നിർത്തുമായിരുന്നു അത്രേ. ഇത്തരക്കാരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കേട്ട് പലരും എന്നെ കുറ്റപ്പെടുത്തി. വാപ്പയും അത് കേട്ട് തള്ളുകയായിരുന്നു. അദ്ദേഹം ഒരു കൂൾ മനുഷ്യനാണ്. കുടുംബവുമായുള്ള പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ് നടി പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.